ഒരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നീ അപ്പോഴേക്കും സോറി പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഒരു ഫേവർ ചോദിക്കുമ്പോൾ, നിന്റെ ഒപ്പീനിയൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പോലും ആദ്യം വരുന്നത് ആ സോറിയാണ്. ആളുകൾ ഇതിനെ വെറുമൊരു മര്യാദയായി കാണുമെങ്കിലും സൈക്കോളജി ഇതിനെ നോക്കുന്നത് വളരെ വ്യത്യസ്തമായാണ്. ഇത് നിന്റെ തെറ്റല്ല, നിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ ചില ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. ഒന്നാമത്തെ കാരണം, ഷെയിം കോർ ബിലീഫ്. ഉള്ളിന്റെ ഉള്ളിൽ ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ മറ്റുള്ളവർക്കൊരു ഭാരമാണോ എന്നൊരു നിശബ്ദമായ ചിന്തയുണ്ടാകാം. ഈ വിശ്വാസമുള്ളവർ ഓരോ തവണ മറ്റുള്ളവരുടെ മുന്നിൽ സ്പേസ് എടുക്കുമ്പോഴും അറിയാതെ സോറി പറഞ്ഞു പോകും. ഇത് നീ ബോധപൂർവം ചെയ്യുന്നതല്ല, നിന്റെ ഉള്ളിലുള്ള ആഴത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. ജീവിതത്തിൽ നീ നേരിട്ട അനുഭവങ്ങൾ നിന്റെ മനസ്സിനെ ഇങ്ങനെ മാറ്റി. രണ്ടാമത്തെ കാരണം, കോൺഫ്ലിക്റ്റ് ആൻറ്റിസിപ്പേഷൻ ആങ്സൈറ്റി. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപേ നിന്റെ നെർവസ് സിസ്റ്റം അത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ വേദന ഒഴിവാക്കാൻ ഒരു മുൻകരുതൽ കവചം പോലെയാണ് നീ സോറി ഉപയോഗിക്കുന്നത്. നീ വീക്കായതുകൊണ്ടല്ല, നിന്റെ നെർവസ് സിസ്റ്റം നിന്നെ സംരക്ഷിക്കാൻ ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നൊരു കാര്യമാണിത്. മൂന്നാമത്തെ കാരണം, ക്രോണിക് സെൽഫ് ഇറേഷർ. നിന്റെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ നീ താനേ ചെറുതാക്കുന്നു. എന്റെ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു പാറ്റേൺ നിന്റെ ഉള്ളിലുണ്ട്. സോറി പറയുന്നത് ഈ പാറ്റേണിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഒന്ന് ആലോചിക്കൂ, ഇത്രയും മറ്റുള്ളവരെക്കുറിച്ച് കെയർ ചെയ്യുന്ന നീ ആ റൂമിലെ ഏറ്റവും അവെയറായ ആളാണ്. നാലാമത്തെ കാരണം, അപ്പീസ്മെന്റ് ബിഹേവിയർ. മൃഗങ്ങളിൽ പോലും കാണുന്ന ഒരു പെരുമാറ്റമാണിത്. ഒരു ഭീഷണി സെൻസ് ചെയ്യുമ്പോൾ അവർ സമാധാനം നിലനിർത്താൻ കീഴ്വഴങ്ങുന്ന സിഗ്നലുകൾ കാണിക്കും. മനുഷ്യരിൽ ആ സിഗ്നലാണ് ഈ നിരന്തരമായ സോറി. ഇത് ഭീരുത്വമല്ല, ഗ്രൂപ്പുകളിൽ സമാധാനം നിലനിർത്താൻ നിനക്കുള്ള ഒരു പഴയ സർവൈവൽ ഇൻ്റലിജൻസ് ആണ്. അഞ്ചാമത്തെ കാരണം, ഇമോഷണൽ കോൺട്രാക്ഷൻ. ഒരിക്കൽ നീ നിന്നെ പൂർണ്ണമായി പ്രകടിപ്പിച്ചപ്പോൾ ആരോ നിന്നെ തള്ളിക്കളഞ്ഞതോ അല്ലെങ്കിൽ അവഗണിച്ചതോ ആകാം. ആ നിമിഷം ഉള്ളിലെ ആരോ തീരുമാനിച്ചു, ഇനി എപ്പോഴും ചെറുതായിരിക്കാമെന്ന്. ആ പഴയ തീരുമാനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിന്റെ ഇന്നത്തെ സോറി പറയൽ. പക്ഷെ ഓർക്കുക, ആ തീരുമാനമെടുത്തത് അന്നത്തെ പേടിയുള്ള നീയാണ്. ഇന്നത്തെ നീ അത് മാറ്റി എഴുതാൻ റെഡിയാണ്. സോറി പറയുന്ന ആൾ മറ്റുള്ളവർക്ക് ഭാരമല്ല, മറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ഇനി നീ സോറി പറയുമ്പോൾ ഓർക്കുക, അത് നിന്റെ കരുത്തിന്റെ തന്നെ ഒരു നിഴലാണ്. ഈ കാര്യങ്ങൾ നിനക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വെറുതെ സോറി പറയുന്ന ശീലം നിനക്കുണ്ടോ? അതൊന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇനിയും സംസാരിക്കാം.